ഷാജിദ ഷാജി ഇതെന്താണ് സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ചാനലിലും കുറേ റിയാക്ഷൻ വീഡിയോയും ഒക്കെ വരുന്നുണ്ട്. എന്തുവാണ് സംഭവം എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം അവർ പറയുന്നുണ്ട്, പ്രസവിച്ചാൽ മാത്രം അമ്മയാവത്തില്ല എന്നുള്ളത് 100% യോജിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. 100% ഞാൻ ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളല്ല. എന്തായാലും പുള്ളിക്കാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. എന്താണ് സംഭവം എന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ. എന്തായാലും ബാക്കി കേൾക്കാം. കോണ്ടാക്ട് ഇല്ലേ? നീ ഷർഫലിനായിട്ട് വിളിക്കലില്ലേ? ഷർഫലി എടോ എനിക്ക് എൻ്റെ ഇക്ക മരിച്ച ടൈം മുതൽ ഇക്ക മരിക്കണതിൻ്റെ മുന്ന് വരെ ഷർഫലി എൻ്റെ ഫ്രണ്ടാണ്. ഷർഫലി പറയുന്ന ആള് ജിമ്മിലും ബാക്കിയുള്ളവടെയൊക്കെ പോയിട്ട് അവൻ എനിക്ക് സ്റ്റോറി ഇടും. ഈ സ്റ്റോറി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇക്കാൻ്റെ അടുത്താണ്. ഇക്കാനത്ത് ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്, ഇത് ഞാൻ ഇടട്ടെ, സ്റ്റോറി ഞാൻ ഇടട്ടെ ചോദിച്ചിട്ടാണ് ഞാനത് അപ്ലോഡ് ആക്കില്ല. എൻ്റെ കെട്ടിയവന് സമ്മതം ഉണ്ടെങ്കിലേ ഞാനത് ചെയ്യുള്ളൂ. എന്നിട്ട് ഞാനത് ഇടും. അവർ പറഞ്ഞാൽ ഞാനിടും. ഈവൻ ഈ ഷർഫലി പറയുന്നവൻ എൻ്റെ കെട്ടിയവനുള്ള ടൈം മുതലേ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് എന്താ ചെയ്യുക, മെൻഷൻ ചെയ്യുക, ഇത്താ സ്റ്റോറി ഇടുമോ എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് മെൻഷൻ ആക്കല ചെയ്യല്. അത് ഞാൻ ഇക്കാനത്ത് പറഞ്ഞ് ഞാൻ ചെയ്യും. ഇങ്ങനെ ഇക്ക മരിച്ചതിന് ശേഷം അവന് എനിക്ക് എൻ്റെ കണ്ണീരും എൻ്റെ സ്റ്റോറീസും ബാക്കിയുള്ളതെന്ന് കണ്ടിട്ട് അവനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം. ഇക്ക മരിച്ച കാര്യം അവന് ആൺകുട്ടിയാണ്. കാരണം എന്താ അറിയോ, കെട്ടിയവനുള്ള ടൈമിൽ ഓരോ പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഓരോരുത്തരുമാർ നടക്കുമ്പോഴും ഈ കുട്ടി എന്നെ വളയ്ക്കാനോ വേറുള്ളതിനോ അവൻ നിന്നിട്ടില്ല. അവനിക്കറിയാം ഞാനൊരു കുടുംബത്തിലിരിക്കുന്ന പെണ്ണാണ്, ഞാൻ റീൽസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ റീൽസിന് സപ്പോർട്ട് ചെയ്യുക, വേറുള്ളത് ചെയ്യാന്നല്ലാണ്ട് അവനൊരിക്കലും എൻ്റെ കൂടെ വേറുള്ളതിന് നടക്കണമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അവൻ അയച്ചിട്ടില്ല. അവനിപ്പനെ ഈ ക്യാപ്ഷനൊന്നും അവൻ വായിക്കാനേ നിൽക്കില്ല. അപ്പൊ അവന് അത് ഒക്കെ മരിച്ചതിന് ശേഷം ഞാൻ ആ സംഭവം ഇൻസ്റ്റഗ്രാം വേറുള്ളതിലൊന്നും വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ മെസ്സേജ് വരുന്നൊന്നും നമ്മൾ നോക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഒരിക്കൽ എനിക്ക് എന്തോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം. അന്നപ്പോൾ ഇക്ക മരിച്ചിട്ട് 1.5 മാസം 2 മാസം എന്താ ആയിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ടൈമിൽ അപ്പോഴാണ് ഞാൻ അവനോട് പറയുന്നത് ഇക്ക മരിച്ചു, ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത്രയും വിഷമത്തിലിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ കടങ്ങളുണ്ട്, എന്താ ചെയ്യാന്ന് അറിയില്ലടാന്ന് ഞാൻ അവനോട് സങ്കടം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഷർഫലി പറഞ്ഞവനാണ്. അവന്റെ പെങ്ങന്മാരും അവന്റെ ഉമ്മാനെ അത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് അവനിക്ക് എന്റെ വിഷമം അവനിക്ക് മനസ്സിലായി. അപ്പൊ അവൻ എന്നെ സഹായിച്ചു. സത്യം തന്നെയാണ്. ആ സഹായം എനിക്ക് അന്ന് അവൻ സഹായിക്കുമ്പോൾ ഞാനൊരു യൂട്യൂബർ അല്ലെങ്കിൽ വലിയ ഫേമസ് ആയ ഷാജിദ ഷാജി അല്ല, സാധാരണക്കാരി. എന്താ പറയാ, ഭർത്താവ് മരിച്ച് കഷ്ടപ്പെട്ട് എന്താ ചെയ്യാ നിലനിൽപ്പില്ലാണ്ട് നിൽക്കുന്ന ടൈമിൽ എന്നെ സഹായിച്ച ഒരു കാസർഗോട്ടുകാരനാണ് അവൻ. അവനിക്കറിയാം അവൻ പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, പെണ്ണെന്താണ്, പെങ്ങൾ എന്താണെന്ന് അവന് നന്നായിട്ടറിയാം. അവൻ അങ്ങനെയുണ്ട്. പാലക്കാട്ടന്മാരാ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരാണ് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് 24-23 വയസ്സായവരുടെ കമന്റുകൾ മെസ്സേജുകളാണ്. ഷാജി നീ മക്കളുടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം. എന്തിനാടാ, എന്താ അതിന്റെ ആവശ്യം? ഷാജി 5 മക്കളെ പെറ്റിട്ട് ഉമ്മാനെ ഏൽപ്പിക്കുക, ഉമ്മ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉമ്മ പിന്നെ എന്താ പറയാ, എന്താണ് വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് യൂട്യൂബ് എന്താണ്, ലൈവ് എന്താണ്, വേറുള്ളത് എന്താന്ന് അറിയാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് തോന്നിയ പോലെയാണ് അവര്. ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മാന്റെ ആ വീഡിയോ ഇട്ടപ്പോഴും ഇത് സത്യമാണോ ചോദിക്കണത്. സത്യം അല്ലാണ്ട് എന്താ ഞാനാ കടന്ന് തുള്ളണത്? അത് എൻ്റെ ഉമ്മ എന്നല്ലേ കടന്ന് ഇങ്ങനെ തുള്ളിയും കൊണ്ട് നിങ്ങൾ കാണണല്ലേ. തള്ളാൻ ഇനിയും കുറെ കിടക്കുന്നുണ്ട്, ഇനി എത്രയോ തള്ളാൻ നിങ്ങളുടെ മുന്നിൽ കിടക്കാണ്. പക്ഷെ അത് തള്ളാത്ത എന്താണെന്നറിയോ, എനിക്ക് കുറച്ചൊക്കെ ഉളിപ്പുണ്ട്, കുറച്ചൊക്കെ മാനും. അപ്പൊ ആ വീഡിയോന് ഫുൾ പോർഷൻ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല, ആ ഫുൾ പോർഷൻ കിടക്കണുള്ളൂ. പക്ഷെ അത് ഞാൻ ഇടാത്തത് അത് എനിക്കുള്ള മാന്യത കൊണ്ട് മാത്രമാണ് ഇടാത്തത്. അതും കൂടി മനസ്സിലാക്കിയ കൊള്ളാം. പിന്നെ പറഞ്ഞല്ലോ ഉമ്മ ഭയങ്കര ഞാനും ഉമ്മയാണേ, ഞാൻ 5 മക്കളെ വളർത്തുന്നുണ്ട്. പെറ്റോണ്ട് മാത്രം ഉമ്മയാവില്ല. അതുപോലെ 15 വയസ്സ് വരെ വളർത്തി പറഞ്ഞ ഉമ്മയാവില്ല. ഇത് മാറ്റി നിർത്ത. നിന്റെ അനിയത്തിമാരെ സ്നേഹിക്കണു. നിന്റെ അനിയത്തിമാര്, എൻ്റെ അനിയത്തിമാര് കെട്ടിയോമാരനെ അമ്മായിമ്മനെ അമ്മൂസിനെ കുറ്റം പറഞ്ഞ് അനാവശ്യം പറഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോ നിന്റെ അമ്മ സ്വീകരിക്കും. പക്ഷെ ഷാജി ആ ക്യാരക്ടറേ അല്ല, ഷാജി അതിൽ പെടില്ല. അതാണ് ഞാൻ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരിൽ ആരിലും ഞാൻ പെടില്ല. അത് ആരുടെ പൈസയിലാണ് ഞാൻ തിന്ന് ജീവിക്കണെന്നും കൂടി എനിക്ക് കാണിച്ചു തരണം, തെളിവുകൾ കൊണ്ടുവരണം. ഓക്കെ,
കൊണ്ടുവന്ന് തന്ന ആൾക്കാരും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും എനിക്ക് തെളിവുകൾ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വരേണ്ടത് വിളിക്കുന്നത്, ഞാൻ അവിടെ വരാം. പിന്നെ എൻ്റെ ഉമ്മാന്റെ മറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ഷാജി 15 കൊല്ലമായിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയോ, ഈ 15 വയസ്സ് വരെ എന്നെ നോക്കി വളർത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഉമ്മയല്ലാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മോളല്ലാന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകളല്ല അവള്, എൻ്റെ മകളല്ല. പിന്നെ നിന്നെ മാത്രം എന്താ അങ്ങനെ മാറ്റി നിർത്തണെന്ന് ചോദിക്കണ്ടല്ലോ. നിങ്ങളെ മാത്രം മാറ്റി നിർത്ത, നീ കെട്ട് പണം കൊടുക്ക്, നിന്റെ ഉമ്മ നിന്നെ സ്വീകരിക്കും. അത് പണ്ട് ഷാജി കോയമ്പത്തൂരാകുമ്പോഴും കെട്ടായിട്ട് പണം ഇവിടെ കൊടുന്ന് എത്തിച്ചിട്ടുണ്ട്. അന്ന് ഷാജിന് നല്ല ഇഷ്ടമായിരുന്നു, കെബീറിനെ നല്ല ഇഷ്ടമായിരുന്നു. ഷാജി എന്ന് അതമ്പതിച്ചോ കെബീർ എന്ന് അതമ്പതിച്ചോ താഴെ നിങ്ങൾ പറയുന്ന പോലെ ഇവൾക്ക് അവള് ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. എവിടെ തെളിവ് തരേ? ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കണം? എന്നോ ഞാൻ വീട് സ്ഥലം മേടിച്ച് വേറെ പോയായി, വേറെ ഞാൻ പോവേണ്ട അവസ്ഥ. പിന്നെ വാടക വീട്ടിൽ 10-15 കൊല്ലം ഇരുന്നോണ്ട് തന്നെ ആ വാടക വീട്ടിലത്തെ കഷ്ടം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്റെ മക്കളെ കൊണ്ട് വാടക വീട്ടിലേക്ക് പോണേ എന്താ എന്റെ ആവശ്യം? കൊല്ലമായിട്ട് എന്റെ ഉമ്മാന്റെ അടുത്ത് സ്നേഹമില്ലാത്ത ആങ്ങളാരും നാത്തുമാരും ഈ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് നിനക്ക് അന്ന് ആ ടൈമില് പണിയില്ലേ, ബാക്കിയുള്ളതില്ലേ? ഇവിടെ ചത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു, ചത്ത ഒലഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ഈ പറയുന്ന ആങ്ങളാരും നാത്തുമാരും എവിടെ നിന്ന് വന്നു? സ്നേഹം കൊണ്ട്, പെങ്ങളുടെ സ്നേഹം കൊണ്ട് എവിടെ നിന്ന് വന്നു? അപ്പൊ എന്ത് 1.5 കൊല്ലം എന്തേ നിനക്ക് ചോറും കൂട്ടാനും വേറുള്ളതും പെങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നും എത്തിച്ചില്ല നീ? ഈ 1.5 കൊല്ലം ഷാജിന്റെ പൈസയും ഷാജിന്റെ ബാക്കിയുള്ളതും നിനക്ക് ആവശ്യമായിരുന്നല്ലോ. അല്ലാത്ത ടൈമിൽ എവിടെയായിരുന്നു? പിന്നെ എൻ്റെ ഉമ്മാന്റെ ക്യാരക്ടർ അറിയുന്നവർക്ക് അറിയാം എൻ്റെ ഉമ്മ എന്താണ്, എങ്ങനെയാണ്. എൻ്റെ ഇക്കാൻ്റെ ആൾക്കാർക്ക് അറിയാം, എൻ്റെ ബാക്കിയുള്ളവർക്ക് അറിയാം, എന്നെ അറിയണ എൻ്റെ ഫ്രണ്ട്സിനറിയാം എൻ്റെ ഉമ്മ എന്താണ്, എൻ്റെ അനിയത്തിമാരെന്താണ്, അവരുടെ കുടുംബങ്ങൾക്കറിയാം. അപ്പൊ എൻ്റെ അനിയത്തിമാരുടെ കുടുംബങ്ങൾക്കറിയാം അവരെന്താണെന്ന്, റിയൽ ക്യാരക്ടർ എന്താണെന്ന് അവർക്കറിയാം. ഞാൻ എന്താണെന്നും അറിയാം. അപ്പോൾ ഞാനൊരു തെളിവുകളില്ലാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വിശ്വാസമുള്ള കുറച്ച് പേർക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും അന്ന് ഡിലീറ്റ് ആക്കിയത്. ഇപ്പം പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നീ പോസ്റ്റ്, നിനക്കെന്ത്, നീ വെല്ലുവിളിക്കുക, എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ? നീ അത്ര വലിയ കേമിയാണെങ്കിൽ നീ ഇടടി യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ മാനക്കെടി? എൻ്റെ മാനം അല്ല പോയിക്കുന്നത്, നിങ്ങളുടെ മാനമാണ് അവിടെ പോയി കിടക്കുന്നത്. ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ മക്കൾ 2 കൊല്ലമായിട്ട് എത്തിങ്ങാനെ നിൽക്കണതാണ്. അവർ തുടരെ ചെയ്തുകൊണ്ട് വന്ന സംഭവമാണ്. അവരത് ചെയ്യും. അവർ ലേറ്റ് ഇടേണ്ട സമയത്ത് എന്താ 4 മണി വരെ നീ കിടന്നുറങ്ങിയാൽ പോരെ? അതുവരെ നിനക്ക് ഉറക്കം കിട്ടുന്നുണ്ടല്ലോ, മതിയല്ലോ. നിനക്ക് തൊഴിലുറപ്പിന് പോകണം, വേറെല്ലാം ചെയ്യണം, മക്കൾ വരുമ്പോഴേക്കും പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നീ പഠിച്ചവനോട് കുറച്ച് തേടണേ. ഈ 6:30 ആകുമ്പോഴേക്കും ദിക്കറെടുത്ത് ലായിലില്ല ആ സീരിയലിൽ അവളെന്താ കാട്ടി? അല്ല, അവള് കല്യാണം കഴിച്ചാ ഇവളിങ്ങനെ ഒളിച്ചോടിപ്പോയാ, അവൾ അങ്ങനെ ഒളിച്ചോടിപ്പോയാ? അമ്മായിമ്മ എന്തായാലും എനിക്കിത് കാണുമ്പോൾ കുടുംബശ്രീ ഓർമ്മ വരുന്നേ. എന്തായാലും എന്താണ് ഇതിന് സത്യാവസ്ഥ എന്നുള്ളതൊക്കെ അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു, കമൻറ്റ് ചെയ്തേക്കണം.